നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ വേറൊരു പാർട്ടിലേക്ക് കിടക്കാം. ഡിമാൻഡ്. നമ്മൾ കഴിഞ്ഞൊരു പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഡിമാൻഡിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അല്ലേ. ആ പാർട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിമാൻഡിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്താണ് ഡിമാൻഡ് എന്ന് പറയുന്നത്? എപ്പോഴാണ് ഒരു വസ്തുവിന് ഡിമാൻഡ് ഉണ്ടാവുക? എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ അവിടെ വേണമെന്ന് പറഞ്ഞിരുന്നു. എന്താണ്? ഡിസയർനെസ്, വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി. ഒരു കൺസ്യൂമറിന് ഒരു വസ്തു വാങ്ങാനുള്ള ആഗ്രഹം വേണം അല്ലേ, അത് വാങ്ങാനുള്ള സന്നദ്ധത വേണം. മാത്രമല്ല അത് വാങ്ങാനുള്ളൊരു എബിലിറ്റി, കഴിവും കൂടി ഉണ്ടായിരിക്കണം. സാമ്പത്തികമായ കഴിവും കൂടി നമുക്കുണ്ടെങ്കിൽ മാത്രമേ ആ കമ്മോഡിറ്റി ഡിമാൻഡ് ചെയ്യപ്പെട്ടു എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു കാര്യം കൂടി. ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്? പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ദെൻ പ്രൈസ് ഓഫ് റിലേറ്റീവ് കമ്മോഡിറ്റീസ്, ദെൻ ഇൻകം, പിന്നെന്തായിരുന്നു? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഈ ഫാക്ടേഴ്സ് ഒക്കെയാണ് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. എന്താണ് ഡിമാൻഡ് ഫംഗ്ഷൻ? Demand function is a mathematical equation which expresses the demand of a product or service as a function of its price and other factors such as the prices of relative commodities, income and taste of preferences. അതായത് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഏതൊക്കെ ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കുന്നു? ഡിമാൻഡ് ഫംഗ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ 4 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഡിമാൻഡ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇതൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ്റെ രൂപത്തിലേക്ക് ആക്കാം. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യാണ്, നമ്മൾ ഡയഗ്രാമാറ്റിക്കലി പ്രസൻറ്റ് ചെയ്യുമ്പോഴൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഡിമാൻഡ് കർവിൻ്റെ പ്രത്യേകത എന്താണ്? ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ്റെ രൂപത്തിലേക്ക് ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. മറ്റ് ഫാക്ടേഴ്സിനെയൊക്കെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുക, പ്രൈസിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഡിമാൻഡിൻ്റെ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കൂ. ഇവിടെ നോക്കൂ, മറ്റ് ഫാക്ടേഴ്സിനെ എല്ലാം കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് പ്രൈസിനെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫംഗ്ഷനെ നമുക്ക് ഈ ഇക്വേഷനിൽ എഴുതാം x=f(p). ഇവിടെ x എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിമാൻഡിനെ നമ്മൾ ക്വാണ്ടിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്ന്, ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി. ദെൻ p എന്ന് പറയുന്നത് എന്താണ്? പ്രൈസാണ്. ദാറ്റ് മീൻസ് x is the function of price. Demand is function of price. ഈ ഡിമാൻഡ് ഫംഗ്ഷനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിനെ എന്ത് പറയും? ഡിമാൻഡ് കർവ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഡിമാൻഡ് കർവ് എന്നുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞു ഡിമാൻഡ് ഫംഗ്ഷനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്, അതായത് ഈ ഡിമാൻഡ് കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിമാൻഡും പ്രൈസും ഉള്ളൂ അവിടെ 2 ഫാക്ടേഴ്സ് അല്ലേ. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഡിമാൻഡും പ്രൈസും തമ്മിൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ? നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഓക്കെ, അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് വെച്ച് എങ്ങനെയാണ് ഡിമാൻഡ് കർവ് വരയ്ക്കുക? ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് ആയിരിക്കും. ഇവിടെ x ആക്സിസ്, y ആക്സിസ്. നമ്മൾ ഏത് ആക്സിസിലാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് മാർക്ക് ചെയ്യേണ്ടത്? x ആക്സിസിലാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് മാർക്ക് ചെയ്യേണ്ടത്. ഇതൊരു എന്ത് വേരിയബിളാണ്? ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. ഇവിടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾ എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പ്രൈസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്, അത് നമ്മൾ y ആക്സിസിലായിരിക്കും മാർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. സോ കർവ് എങ്ങനെയായിരിക്കും? നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് ആയിരിക്കും. കർവിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും വരിക, ഡിമാൻഡ് കർവ്. x is function of p. ഇതാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിറൈവിങ് എ ഡിമാൻഡ് കർവ് ഫ്രം ഇൻഡിഫറൻസ് കർവ് ആൻഡ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ്. എങ്ങനെയാണ് ഇൻഡിഫറൻസ് കർവിൽ നിന്നും ബഡ്ജറ്റ് കൺസ്ട്രെയിനിൽ നിന്നും ഡിമാൻഡ് കർവിനെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നോക്കൂ, നമ്മൾ അസ്യൂം ചെയ്യാണ്, മുമ്പ് ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ പറഞ്ഞിരുന്ന പോലെ തന്നെ 2 കമ്മോഡിറ്റീസാണ് മാർക്കറ്റിലുള്ളതെന്ന് അസ്യൂം ചെയ്യുന്നു. ആപ്പിൾ, ഓറഞ്ച്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അസ്യൂം ചെയ്യാം, ഞാനിങ്ങനെ അസ്യൂം ചെയ്തെന്ന് മാത്രം. ഇനി നമുക്ക് കൺസിഡർ ചെയ്യാം AB. ഇതെന്ത് ലൈനാ? ബഡ്ജറ്റ് ലൈൻ അല്ലേ. AB എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, ഈ ബഡ്ജറ്റ് ലൈനിനെ
IC1 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവ് ഈ പോയിന്റിൽ E1 എന്ന് പറയുന്ന ഈ പോയിന്റിൽ വെച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ഈ പോയിന്റിന് നമ്മൾ എന്താ പറയുക? കൺസ്യൂമേഴ്സ് എക്വിലിബ്രിയം അല്ലേ? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ പോയിന്റിൽ വെച്ച് നമ്മൾ എത്ര യൂണിറ്റ്സ് ഓഫ് ആപ്പിൾ വാങ്ങിക്കുന്നുണ്ട്? X1 യൂണിറ്റ്സ് ഓഫ് ആപ്പിൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ പ്രൈസ് P1 ആണെന്ന് അസ്യൂം ചെയ്യാം. പ്രൈസ് P1 ആണ്. ഓക്കെ, ആ സമയത്ത് നമ്മൾ ആപ്പിൾ X1 യൂണിറ്റ്സ് ഓഫ് ആപ്പിൾ വാങ്ങിക്കുന്നു. ഇനി നമ്മൾ സങ്കല്പിക്കുക, ആപ്പിളിൻ്റെ വില കുറഞ്ഞു. ആപ്പിളിൻ്റെ വില കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആപ്പിൾ കൂടുതൽ വാങ്ങിക്കില്ലേ? ഓക്കെ, അപ്പോൾ പുതിയൊരു ബഡ്ജറ്റ് ലൈൻ അവിടെ വരും. നമ്മൾ മുമ്പ് ബഡ്ജറ്റ് ലൈനിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈസ് കുറയുമ്പോൾ ബഡ്ജറ്റ് ലൈനിൽ ചെറിയ മാറ്റം വരും. എങ്ങോട്ട് മാറും? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ ഓറഞ്ചിൻ്റെ വിലയിൽ മാറ്റമൊന്നുമില്ല കേട്ടോ. സോ ഇവിടെ മാറ്റമൊന്നും വരുന്നില്ല. ഇവിടുന്ന് പുതിയൊരു ബഡ്ജറ്റ് ലൈൻ ഇങ്ങോട്ട് വരുന്നു. B1 അല്ലെങ്കിൽ B' കൊടുക്കാം നമുക്ക്. AB' എന്ന് പറയുന്നൊരു പുതിയ ബഡ്ജറ്റ് ലൈൻ വന്നു. അവിടെ IC2 എന്ന് പറയുന്ന പുതിയൊരു ഇൻഡിഫറൻസ് കർവ് പുതിയ ബഡ്ജറ്റ് ലൈനിൽ E2 എന്ന് പറയുന്ന ബിന്ദുവിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്ത എന്താണ്? P1 ആയിരുന്നു ആദ്യത്തെ പ്രൈസ്, അത് P2 ആയിട്ട് കുറയുന്നു. സോ അപ്പോൾ നമ്മൾ ആപ്പിൾ വാങ്ങുന്ന അളവ് കൂടി. അത് എത്രയാവും? X1 നിന്ന് ഇത്രയും ക്വാണ്ടിറ്റി കൂടി അല്ലേ, X2 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. വീണ്ടും നമ്മൾ അസ്യൂം ചെയ്യുകയാണ് P2 നിന്ന് പ്രൈസ് വീണ്ടും കുറഞ്ഞു വരികയാണ് അല്ലേ. ഓക്കെ, P3 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ വീണ്ടും എന്ത് പറ്റും? ബഡ്ജറ്റ് ലൈനിൽ എന്ത് മാറ്റമാണ് വരിക? റൈറ്റിലേക്ക് വീണ്ടും ഷിഫ്റ്റ് ചെയ്യും. ഓറഞ്ചിൻ്റെ വിലയിൽ മാറ്റമൊന്നുമില്ല. സോ നമുക്ക് പുതിയൊരു ബഡ്ജറ്റ് ലൈൻ ഇവിടെ വേറെ വരയ്ക്കാം. IC3 എന്ന് പറയുന്ന ഒരു പുതിയ ഇൻഡിഫറൻസ് കർവ് ഇവിടെ B2' എന്ന് പറയുന്ന പുതിയ ബഡ്ജറ്റ് ലൈനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഈ ഒരു ബിന്ദുവിൽ E3 എന്ന് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ നമ്മൾ വീണ്ടും ആപ്പിൾ വാങ്ങുന്ന അളവ് കൂടി. ഇവിടെ എത്ര വരിക? X3 യൂണിറ്റ് ഓഫ് ആപ്പിൾ വാങ്ങുന്ന അളവ്. ഇത്രയും നമുക്ക് അസ്യൂം ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഓരോ ആക്സിസിലും എന്തൊക്കെയാണ് മാർക്ക് ചെയ്യുക? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള പ്രൈസ് Y ആക്സിസിലും ക്വാണ്ടിറ്റി ഡിമാൻഡ് X ആക്സിസിലുമാണ് നമ്മൾ മാർക്ക് ചെയ്യാറ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു X1 യൂണിറ്റ്സ് ഓഫ് ആപ്പിളാണ് ആദ്യം വാങ്ങിച്ചിരുന്നത്. അത് നമുക്കിവിടെ നേരെ മാർക്ക് ചെയ്യാം. അപ്പോൾ പ്രൈസ് എത്രയായിരുന്നു? P1 ആയിരുന്നു. P1 ആയിരുന്നപ്പോൾ നമ്മൾ X1 യൂണിറ്റ് ഓഫ് വാങ്ങിച്ചിരുന്നു ആപ്പിൾ. ഇനി വീണ്ടും P2 ആയിട്ട് കുറഞ്ഞപ്പോൾ എന്ത് പറ്റി? എത്ര യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്? കൂടിയില്ലേ അളവ്? X2 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. പ്രൈസ് എന്ത് ചെയ്തു? P2 ആയിട്ട് കുറഞ്ഞു. സോ ഇങ്ങനെ വരും. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ ആപ്പിളിൻ്റെ വില കുറഞ്ഞു എന്ന് അസ്യൂം ചെയ്തു. X3 ആയിട്ട് കൂടി, ക്വാണ്ടിറ്റി ഡിമാൻഡ് X3 ആയിട്ട് കൂടി, പ്രൈസ് P3 ആയിട്ട് കുറഞ്ഞു. ഇങ്ങനെ ഒരു പോയിന്റ് കിട്ടും. നമുക്ക് പോയിന്റിന് ഒരു പേര് കൊടുക്കാം. ABC എന്ന് പേര് കൊടുക്കാം. ഈ പോയിന്റുകളെ യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിമാൻഡ് കർവ് കിട്ടും. ഓക്കെ, അതായത് ഈ എക്വിലിബ്രിയം പോയിന്റ്സ് നെഗറ്റീവ്ലി സ്ലോപ്പ് ചെയ്യും. അതായത് ഈ പോയിന്റുകളെയാണ് നമ്മളിവിടെ ജോയിൻ ചെയ്തതായിട്ട് കാണിക്കുന്നത് കേട്ടോ. പ്രൈസായിട്ട് ഇവിടെ കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, ഇങ്ങനെയാണ് ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് കൺസ്ട്രെയിൻസും കിട്ടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കർവിനെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ഡയഗ്രം ഒന്നും കൂടി ഒന്ന് വലുതാക്കി വരച്ചിട്ടുണ്ട്. നേരത്തെ വരച്ചത് കുറച്ച് ചെറുതായി പോയി എന്ന് തോന്നുന്നു. ആകെ തിക്കായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. ഈ ഡയഗ്രം നോക്കുക നിങ്ങൾ ഒന്നും കൂടി. ആപ്പിൾ, ഓറഞ്ച് രണ്ട് കമ്മോഡിറ്റീസ് അസ്യൂം ചെയ്തു. പിന്നെന്താണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്? ഫസ്റ്റ് ബഡ്ജറ്റ് ലൈൻ AB എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈനിലേക്ക് ഫസ്റ്റ് ഇൻഡിഫറൻസ് കർവ് ടാൻജൻറ്റ് ചെയ്യുന്നു. എക്വിലിബ്രിയം പോയിന്റ് E1. അവിടെ നമ്മൾ OX1 യൂണിറ്റ്സ് ഓഫ് ആപ്പിൾ വാങ്ങിക്കുന്നു. നമ്മൾ അസ്യൂം ചെയ്യാണ് പ്രൈസ് P1 നിന്നും P2 ആയിട്ട് കുറയുന്നു എന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ എന്ത് മാറ്റാണ് സംഭവിക്കുക? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ AB' എന്നുള്ള പുതിയ ബഡ്ജറ്റ് ലൈൻ വരുന്നു. അവിടെ ഇൻഡിഫറൻസ് കർവ് IC2 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവ് ടാൻജൻറ്റ് ചെയ്യുന്ന പോയിന്റ് E2 ആണ്.
അവിടെ നമ്മൾ OX2 യൂണിറ്റ്സ് ഓഫ് ആപ്പിൾ വാങ്ങിക്കുന്നു, യൂണിറ്റ്സ് കൂടി, ആപ്പിളിൻ്റെ യൂണിറ്റ്സ് വാങ്ങിക്കുന്നതിൻ്റെ അളവ് കൂടി. ദെൻ പുതിയൊരു വീണ്ടും നമ്മൾ അസ്യൂം ചെയ്യുകയാണ് പ്രൈസ് P3 ആയിട്ട് കുറയുന്നു എന്ന്. സോ എന്ത് സംഭവിക്കുന്നു? ബഡ്ജറ്റ് ലൈൻ AB" എന്ന് പറയുന്ന പുതിയൊരു ബഡ്ജറ്റ് ലൈൻ വരുന്നു. അവിടെ IC3 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവ് ടാൻജൻറ്റ് ചെയ്യുന്നു. ആ പോയിന്റാണ് E3 എന്ന് പറയുന്നത്. ഇവിടെ 3 എക്വിലിബ്രിയം പോയിന്റുകളുണ്ട്. ഇതിനെ നമുക്ക് ഡിമാൻഡ് കർവിലേക്ക് മാറ്റുമ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാറ്റുക? ഇവിടെ Y ആക്സിസിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള പ്രൈസും X ആക്സിസിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളായ ക്വാണ്ടിറ്റി ഡിമാൻഡാണ് നമ്മൾ മാർക്ക് ചെയ്യുക. ഈ എക്വിലിബ്രിയം പോയിന്റുകളെ ഇത് വരയ്ക്കുന്ന രേഖ തന്നെയാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. നമ്മളിവിടെ പ്രൈസിൻ്റെ ടേംസിലേക്ക് മാറ്റുന്നു. ഡിമാൻഡ് കർവ് എന്താ നമ്മൾ കാണിക്കുന്നത്? പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലേ? സോ ഇവിടെ മാറ്റുമ്പോൾ എന്താണ്? ഈ എക്വിലിബ്രിയം പോയിന്റുകൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാൻ പറ്റും. P1 പ്രൈസ് ആയിരിക്കുന്ന സമയത്ത് OX1 യൂണിറ്റ്സ് ഓഫ് ആപ്പിൾ വാങ്ങിക്കുന്നു. P2 ആയിട്ട് കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? OX2 ആയിട്ട് കൂടി. അപ്പോൾ ഈ P2 എന്നുള്ള ലൈൻ പോയിന്റിൽ നിന്നും X2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും നമ്മൾ ചേർത്ത് ഇവിടെ ഒരു ബിന്ദു കിട്ടും. ഇങ്ങനെ കിട്ടുന്ന ബിന്ദുക്കളെ യോജിപ്പിച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കർവാണെന്ത്? ഡിമാൻഡ് DD എന്ന് പറയുന്ന ഡിമാൻഡ് കർവ്. ഇന്ന് നമ്മൾ ഡിമാൻഡിനെ കുറിച്ച് ഒരു 3-4 കാര്യങ്ങൾ പഠിച്ചു. എന്താണ് ഡിമാൻഡ്, ഡിമാൻഡ് ഫംഗ്ഷൻ, ഡിമാൻഡ് കർവ്, ദെൻ ഹൗ ടു ഡിറൈവ് ഡിമാൻഡ് കർവ് ഫ്രം ഇൻഡിഫറൻസ് കർവ് ആൻഡ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ്. ഇവിടെ തീരുന്നില്ല ഡിമാൻഡിൻ്റെ വിശേഷങ്ങൾ. ഡിമാൻഡ് ചില്ലറക്കാരനല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എക്കണോമിക്സിൻ്റെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗമാണ് എന്ത്? ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിമാൻഡിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.